നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം, നമ്മുടെ ചിന്തകൾ, വികാരങ്ങളെല്ലാം യാഥാർത്ഥ്യം തന്നെയാണോ? അതോ നമ്മളൊരു കമ്പ്യൂട്ടർ സിവിലൈസേഷൻ മാത്രമാണോ? സിമുലൈസേഷൻ തിയറി എന്ന ഈ ആശയം തത്വചിന്തകരും ശാസ്ത്രജ്ഞരും വർഷങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന് യാഥാർത്ഥ്യമുണ്ടോ? അതോ ഇതൊരു സയൻസ് ഫിക്ഷൻ കഥ മാത്രമാണ്? വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ബാക്ക് ടു സിമുലൈസേഷൻ തിയറി പ്രകാരം നമ്മളൊരു അത്യാധുനിക നാഗരികത സൃഷ്ടിച്ച ഒരു കൃത്രിമ സിമുലൈസേഷനിലായിരിക്കും, ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് വീഡിയോ ഗെയിമിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളെ പോലെ. 2003 ഫിലോസഫർ ബോസ്റ്റോം മുന്നോട്ട് വെച്ച സിമുലൈസേഷൻ ആർഗ്യുമെന്റ് പ്രകാരം ഇനി പറയുന്ന മൂന്നാലൊരു കാര്യമാണ് വാസ്തവം. മനുഷ്യരാശി ഇതിനു വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്വയം നശിന്നേക്കാം. രണ്ടാമത്തേത്, സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടും ആരും ഒരു സിമുലൈസേഷൻ ഉണ്ടാകാൻ തയ്യാറായെന്ന് വരില്ല. മൂന്നാമത്തേത്, നമ്മൾ ഇതിനകം ഒരു സിമുലൈസേഷനിലെ അംഗങ്ങളാണ്. ഇതാണ് ഫിലോസഫർ ബോസ്റ്റോമിൻ്റെ തിയറികൾ. സിമുലൈസേഷൻ തിയറികളെക്കുറിച്ച് എലോൺ മസ്ക് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മളൊരു സിമുലൈസേഷനിൽ ജീവിക്കുകയാണ് എന്നതിൻ്റെ സാധ്യത 1 ബില്യണിൽ 1 എന്നതാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഗെയിമിംഗ് ടെക്നോളജി വളരെയധികം വേഗത്തിൽ പുരോഗമിക്കുകയാണ്. അതിനാൽ നമുക്ക് ഭാവിയിൽ യാഥാർത്ഥ്യത്തെക്കാൾ യാഥാർത്ഥ്യമായ സിമുലൈസേഷനുകൾ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. എങ്കിൽ ഈ സിമുലൈസേഷൻ തിയറികൾ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുമോ? അതത്ര എളുപ്പമല്ല. എങ്കിലും ചില ചിന്തകർ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഡീജാവു എന്നതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അത് സത്യത്തിൽ വീഡിയോ ഗെയിമുകളിലുള്ള ഗ്ലിച്ചസ് പോലെ തന്നെയാണ്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ കൃത്യതയെല്ലാം ഈ സിമുലൈസേഷൻ തിയറികളെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നു. ക്വാണ്ടം ഫിസിക്സിൽ കണികകൾ ഒരേ സമയത്ത് അനേകം സ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നു. നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് അവർ നിശ്ചിത സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. ഇത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ പ്രവർത്തനം പോലെ കണക്കാക്കപ്പെടുന്നു. VR ആൻഡ് AI ടെക്നോളജി ഗ്രോത്ത്. ഇപ്പോൾ നമ്മൾ വിർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് പുതിയ ലോകങ്ങൾ സൃഷ്ടിക്കുന്നു. ഭാവിയിൽ AI ഉപയോഗിച്ച് സ്വയം പ്രവർത്തിക്കുന്ന സിമുലൈസേഷനുകൾ മനുഷ്യൻ ഉണ്ടാക്കാൻ കഴിയും എന്ന് പറയപ്പെടുന്നു. വൈ ഡസ് ഇറ്റ് മാറ്റർ? സിമുലൈസേഷൻ തിയറി ശരിയാണെങ്കിൽ നമ്മുടെ ഒരു പരിഗണന എന്തായിരിക്കും? ഒന്നാമത്തേത്, സ്വതന്ത്ര ഇച്ഛ എന്നതൊരു ഭ്രമണമാകും. രണ്ടാമത്തേത്, മരണശേഷം നമ്മൾ പുതിയൊരു പ്രോഗ്രാമിലേക്കായിരിക്കുമോ കടക്കുന്നത്? ഏതാണ് സത്യം? ഇത് വളരെ പ്രധാനമായൊരു ചോദ്യമാണ്. സിമുലൈസേഷൻ തിയറി നമ്മളെ വളരെ പ്രധാനമായ ചോദ്യത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ അനുഭവങ്ങൾ യാഥാർത്ഥ്യമാണോ? നാം ഒരു സിമുലൈസേഷനിലാണോ ജീവിക്കുന്നത് എന്നതൊരു വിചിത്രമായ ചോദ്യമാണ്. എങ്കിലും സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. ഇത് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്തൊരാശയമാണ്. എങ്കിലും നമ്മൾ ആരാണ്? ഈ ലോകം എന്താണ്? ഇതുപോലെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു തിയറിയാണ് സിമുലൈസേഷൻ തിയറി. ഇതൊരു സിമുലൈസേഷൻ ആയാലും അല്ലെങ്കിലും നമ്മുടെ ജീവിതം വളരെ വിലമതിച്ചതാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ.